Next topic is round robin scheduling. The round robin scheduling algorithm is designed especially for time sharing systems. It is similar to first come first served scheduling, but preemption is added to enable the system to switch between the processes. A small unit of time called a time quantum or time slice is defined. The ready queue is treated as a circular queue, and the CPU scheduler goes around the ready queue, allocating the CPU to each process for a time interval of up to one time quantum. അപ്പം ഈ റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് അൽഗോരിതം എന്ന് പറയുന്നത് ഈ ഒരു ടൈം ഷെയറിംഗ് സിസ്റ്റത്തിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. അപ്പം ഇത് FCFS സ്കെഡ്യൂളിങ്ങിന് സിമിലർ ആണ്. എന്താണ് FCFS? അതായത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ്. ആദ്യം ഏതാണോ വരുന്നത് ആ പ്രോസസ്സിന് നമ്മൾ ഫസ്റ്റ് സ്കെഡ്യൂൾ ചെയ്യുന്നു, അല്ലെങ്കിൽ CPU അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ എന്താണ് ഇതിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇവിടെ നമ്മളൊരു പ്രിയംഷൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതാണ് ഈ ഒരു റൗണ്ട് റോബിനുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്കത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഇവിടെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ള ഒരു ടൈം ക്വാണ്ടം ആണ്, അല്ലെങ്കിൽ ടൈം സ്ലൈസ് ആണ്. ഓരോ സ്മോൾ യൂണിറ്റ് ഓഫ് ടൈം നമ്മൾ ടൈം ക്വാണ്ടം ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ പ്രോസസ്സിനും ആ ഒരു ടൈം ക്വാണ്ടത്തിന് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ റെഡി ക്യൂ എന്ന് പറയുന്ന ഒരു സർക്കുലർ ക്യൂ ആയിട്ടായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഈ ഒരു റെഡി ക്യൂ നമുക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കുലർ ക്യൂ ഉണ്ട്. ആ സർക്കുലർ ക്യൂവിലാണ് നമ്മൾ എന്ത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു പ്രോസസ്സ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഓരോ റെഡി ക്യൂവിൻ്റെയും നമുക്കൊരു ടൈം സ്ലൈസ് കൊടുക്കാം. അപ്പം ആ ഒരു ടൈം സ്ലൈസിലേക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ആ ഒരു സർക്കുലർ ക്യൂവിൻ്റെ ടെയിലേക്ക് നമുക്ക് മാറ്റാം. അതിനുശേഷം നെക്സ്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് അൽഗോരിതം. റൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ? സർക്കുലർ അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ ആലോചിക്കാം. Then, to implement round robin scheduling, we keep the ready queue as a first come first order queue of processes. New processes are added to the tail of the ready queue. The CPU scheduler picks the first process from the ready queue, sets a timer to interrupt after one time quantum, and dispatches the process. അപ്പോൾ ഇതിനെ നമുക്ക് ഏതൊക്കെ പ്രോസസ്സാണോ റെഡി ക്യൂയിലേക്ക് വന്നിരിക്കുന്നത് അതൊരു ഫസ്റ്റ് ഔട്ട് ക്യൂ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക. ഓരോ പുതിയ പ്രോസസ്സ് അതിലേക്ക് അറൈവ് ചെയ്യുമ്പോഴും അത് ആ ഒരു റെഡി ക്യൂവിൻ്റെ ടെയിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ നമ്മൾ CPU ആർക്കാണ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യുന്നത്? ആ ഒരു റെഡി ക്യൂവിലുള്ള ഫസ്റ്റ് പ്രോസസ്സിന്. അതിന് നമ്മളൊരു ടൈം ക്വാണ്ടം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 5 മിനിറ്റ് ആണെങ്കിൽ ആ 5 മിനിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ആ ഒരു റെഡി ക്യൂവിൻ്റെ ടെയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം? നെക്സ്റ്റ് പ്രോസസ്സിനെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ വരുന്നത്. Then one of the two things will then happen. The process may have a CPU burst of less than one time quantum. In this case, the process itself will release the CPU voluntarily, and the scheduler will then proceed to the next process in the ready queue. And if the CPU burst of the currently running process is longer than one time quantum, the timer will go off and will cause an interrupt to the operating system. A context switch will be executed and the process will be put at the tail of the ready queue, and the CPU scheduler will then select the next process in the ready queue. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നാമത്തെ കാര്യം, ആ ഒരു പ്രോസസ്സിന് ആ ഒരു ടൈം ക്വാണ്ടത്തിനേക്കാളും കുറവ് ബേഴ്സ് ടൈമാണുള്ളത് എന്നുള്ളത്. മറ്റൊന്ന്, ആ ഒരു പ്രോസസ്സിന് ആ ഒരു ടൈം ക്വാണ്ടത്തിനേക്കാളും കൂടുതൽ ബേഴ്സ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ്, അതായത് പ്രോസസ്സിന് ആ ഒരു ടൈം ക്വാണ്ടത്തിനേക്കാളും കുറവാണ് ബേഴ്സ് ടൈം വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പ്രോസസ്സിൻ്റെയും എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ വോളണ്ടറിലി ഇത് CPU റിലീസ് ചെയ്യും. അതിനുശേഷം സ്കെഡ്യൂളർ നെക്സ്റ്റ് പ്രോസസ്സിന് വേണ്ടി അത് പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. അതുപോലെ നെക്സ്റ്റ് എന്താ? CPU ബേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ്സിന് ടൈം ക്വാണ്ടത്തിനേക്കാളും കൂടുതലാണ് എങ്കിൽ എന്ത് സംഭവിക്കും?
ആ ഒരു ടൈം ക്വാണ്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീഎംപ്റ്റ് ചെയ്യും, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യും. അതിനുശേഷം കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കും. ആ കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? കറൻ്റ്ലി റണ്ണിങ് പ്രോസസ്സ് അവിടുന്ന് ആ ഒരു റെഡി ക്യൂവിൻ്റെ ടെയിലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോസസ്സായിരിക്കും അവിടെ എക്സിക്യൂട്ട്. ആ ഒരു റെഡി ക്യൂവിലുള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ്. അതിപ്പോൾ നമ്മൾ പ്രിൻ്ററിൻ്റെ കേസ് തന്നെ പറഞ്ഞു. ഇപ്പോൾ ഒരാൾക്ക് ഒരു 5 പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ആൾ 5 പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓരോരുത്തർക്ക് 5 പേപ്പർ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 4 പേപ്പർ മാത്രമേ പ്രിൻ്റ് ചെയ്യണ്ടൂ എന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആ 4 പേപ്പർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പോവാം, ആ ക്യൂവിലെ നെക്സ്റ്റ് ആൾക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ് എന്താ? 5 പേപ്പറായി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പക്ഷെ അയാൾക്ക് 10 പേപ്പേഴ്സ് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ 5 പേപ്പർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ആ ക്യൂവിൻ്റെ ലാസ്റ്റിലേക്ക് പോയി നിൽക്കുക. ആ ക്യൂവിലുള്ള നെക്സ്റ്റ് ആരാണോ വരുന്നത് അയാൾക്ക് അടുത്തതായിട്ട് നമ്മൾ ആ പ്രിൻ്റർ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഈ 2 കേസസ്. അപ്പോൾ ഫസ്റ്റത്തേൽ വോളണ്ടറിലി അത് റിലീസ് ചെയ്യും. സെക്കൻഡ് കേസിൽ അവിടെ ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കും. Then the average waiting time for the RR policy is often long. And here we have an example. So consider the following set of processes that arrive at time 0 with the length of the CPU burst given in milliseconds. If we use a time quantum of 4 milliseconds, then process P1 gets the first 4 milliseconds. Since it requires another 20 milliseconds, it is preempted after the first time quantum and the CPU is given to the next process in the queue. That is process P2. Then process P2 does not need 4 milliseconds, so it quits before its time quantum expires. The CPU is then given to the next process, that is process P3. Okay, so once each process has received one time quantum, the CPU is returned to the process P1 for additional time quantum and the resulting RR scheduling is as follows. അപ്പോൾ ഇവിടെ ആവറേജ് വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് റൗണ്ട് റോബിങ്ങിൽ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോസസ് P1ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 24 ആണ്. ഇവിടെ നമ്മൾ ടൈം ക്വാണ്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് 4 milliseconds ആണ്. അപ്പോൾ 4 milliseconds എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രീഎംപ്റ്റ് ചെയ്യും. അതിനുശേഷം ഇത് സംഭവിക്കും, ആ ഒരു ക്യൂവിൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ P1നെ ഷിഫ്റ്റ് ചെയ്യും. നെക്സ്റ്റ് പ്രോസസ് ചെയ്താണ് P2ൻ്റെ ബേസ്റ്റ് ടൈം 3 ആണ്. നമുക്ക് ടൈം ക്വാണ്ടം 4 ആണ്. അപ്പോൾ 3 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാം? വോളണ്ടറിലി റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ P3 അവിടെ കംപ്ലീറ്റ് ആയി അല്ലേ? ഇവിടെ P1 കഴിഞ്ഞു, P2 കഴിഞ്ഞു. നെക്സ്റ്റ് ഏതാ? P3ക്കും ബേസ്റ്റ് ടൈം എത്രയാണ്? 3 ആണ്. അപ്പോൾ 3 എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം എന്ത് സംഭവിക്കും? P1ലേക്ക് തന്നെ മാറും. P1 4 milliseconds എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രീഎംപ്റ്റ് ചെയ്യും, വീണ്ടും P1 എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇവിടെ ഒരു കോണ്ടെക്സ്റ്റ് സ്വിച്ചിങ് നടക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഹിയർ we have 2 equations. We have already discussed these 2 equations before. The turnaround time and waiting time. Turnaround time is equal to completion time minus arrival time and waiting time is equal to turnaround time minus burst time. ഇപ്പോൾ ഇവിടെ നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്ന ഗൺ ചാർട്ടാണിത്. ഇപ്പോൾ 0, 4, 7, 10, 14, 18, 22, 26 and 13. അതായത് ആദ്യം 4 milliseconds എക്സിക്യൂട്ട് ചെയ്തു, പിന്നെ 3 milliseconds മാത്രമാണ് അതിൻ്റെ ബേസ്റ്റ് ടൈം. അപ്പോൾ എത്ര വരും? 7. അവിടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് P3ൻ്റെയും ബേസ്റ്റ് ടൈം എത്ര തന്നെയാണ്? 3 ആണ്. അപ്പോൾ 7 + 3 10. ദെൻ ഓരോ 4 വെച്ച് നമ്മൾ സ്ലൈസ് ചെയ്ത് പോവാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ P1 കംപ്ലീറ്റ് ചെയ്യുന്നത് 30ലാണ്. അപ്പോൾ 30. ദെൻ P2 കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെയാണ്?
ഇവിടെയാണ് നമ്മൾ P3 സ്റ്റാർട്ട് ചെയ്യുന്നത്, അവിടെയാണ് ആക്ച്വലി P2 കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ P2ൻ്റെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് 7 മില്ലി സെക്കൻഡ്സ് ആണ്. അതുപോലെ P3 എന്ന് പറയുന്നത് ഇവിടെയാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ. അവിടെ എൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ P1 അവിടെ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 10-ലാണ്. അപ്പോൾ P3യുടെ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് 10 ആണ്. ദെൻ ഈ എല്ലാ പ്രോസസ്സും അറൈവ് ചെയ്യുന്നത് 0 മില്ലി സെക്കൻഡ്സിൽ തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അതവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ടേൺ അറൗണ്ട് ടൈം. ടേൺ അറൗണ്ട് ടൈം ഈസ് ഈക്വൽ ടു കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഏത് തന്നെ കൊടുത്താൽ മതി, 30, 7, 10 ഡയറക്റ്റ് കൊടുത്താൽ മതി. ഇനി ബേഴ്സ് ടൈം. ബേഴ്സ് ടൈം നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 24:33 എന്നുള്ളതാണ്. ദെൻ വെയിറ്റിംഗ് ടൈം. വെയിറ്റിംഗ് ടൈം എന്താണ്, ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേഴ്സ് ടൈം ആണ് വെയിറ്റിംഗ് ടൈം. അതായത് 30 - 24 ഈസ് ഈക്വൽ ടു 6, 7 - 3 ഈസ് ഈക്വൽ ടു 4, 10 - 3 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിൻ്റെ വെയിറ്റിംഗ് ടൈമും കിട്ടിക്കഴിഞ്ഞു അല്ലേ. നമുക്ക് ഡയറക്റ്റായിട്ട് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ സംഭവിക്കാം, എങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ കംപ്ലീഷൻ ടൈം ടേൺ അറൗണ്ട് ടൈമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിച്ചത്. ഇനി അതല്ല ഡയറക്റ്റായിട്ട് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക, അതായത് നമ്മൾ മുമ്പ് എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പം P1 എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റിംഗ് ടൈം എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി മുമ്പ് എക്സിക്യൂട്ട് ചെയ്തത് എത്രയാണ്, 4 എക്സിക്യൂട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എത്രയാണ് വെയിറ്റിംഗ് ടൈം, 10 ആണ്. അപ്പോൾ 10 - 4 അതാണ് 6. ഓക്കെ, ഇവിടെ എന്താ P2ഉം P3 നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല, കാരണം മുമ്പ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് P2 എന്ന് പറയുന്നത് 4ഉം P3 എന്ന് പറയുന്നത് 7ഉം ആണ്. പക്ഷേ P1ൻ്റെ കേസിൽ മുമ്പ് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത് എപ്പോഴാണോ അത് എവിടുന്ന് നമുക്ക് മൈനസ് ചെയ്യണം, നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് അവിടെ നിന്ന് നമുക്ക് മൈനസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അതാണ് നമ്മൾ നേരത്തെ നോക്കുന്നത്. Okay, then this is the next method, that is what I have discussed here. Waiting time is equal to last starting time minus arrival time minus preemption into time quantum. അപ്പോൾ ഇവിടെ ആ ഒരു ഇക്വേഷനാണ് ഇവിടെ രണ്ടാമത്തെ മെത്തേഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് സ്റ്റാർട്ടിങ് ടൈം എത്രയായിരുന്നു, 10 ആയിരുന്നു. 10 മൈനസ് അറൈവൽ ടൈം എത്രയാണ്, 0 ആണ്. അപ്പോൾ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 10 മൈനസ് പിന്നെ പ്രിയംഷൻ എത്രയാണ്, പ്രിയംഷൻ ഇൻറ്റു ടൈം ക്വാണ്ടം. അപ്പോൾ എത്ര കൊടുത്തു, ലാസ്റ്റ് എത്ര എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ അത് -4 ആണ് വന്നത്, അങ്ങനെയാണ് അവിടെ 6 എടുത്തിരിക്കുന്നത്. Then the performance of the RR algorithm depends heavily on the size of the time quantum. അപ്പോൾ ഈ ടൈം ക്വാണ്ടം നമ്മൾ എത്ര സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ പെർഫോമൻസ് പറയാം. അതായത് അറ്റ് വൺ എക്സ്ട്രീം, ഇഫ് ദ ടൈം ക്വാണ്ടം ഈസ് എക്സ്ട്രീംലി ലാർജ്, ദ RR പോളിസി ഈസ് ദി സെയിം ആസ് ദി FCFS. അതായത് ടൈം ക്വാണ്ടം വളരെ വലുതാണ് എങ്കിൽ അത് ഏതിന് സിമിലറായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, FCFSന് സിമിലറായിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താ, കാരണം ഇപ്പം നമുക്ക് ആവറേജ് ആയിട്ട് വരുന്നത് ഒരു 5-4 ഒക്കെയാണെന്ന് വിചാരിക്കാം. ബേഴ്സ് ടൈം 5-4-6 ഒക്കെയാണ് വരുന്നത് നമ്മൾ പക്ഷേ നമ്മൾ ടൈം ക്വാണ്ടം കൊടുത്തിരിക്കുന്നത് 10 ആണ് എങ്കിൽ ഈ വന്ന പ്രോസസ്സ് അതേ ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യില്ലേ. അപ്പോൾ അതെന്താണ്, അത് FCFSന് സിമിലർ ആണ്. ഇൻ കോൺട്രാസ്റ്റ്, ഇഫ് ദ ടൈം ക്വാണ്ടം ഈസ് എക്സ്ട്രീംലി സ്മോൾ, ദ RR അപ്രോച്ച് ഈസ് കോൾഡ് പ്രോസസർ ഷെയറിംഗ് ആൻഡ് ക്രിയേറ്റ്സ് അപ്പിയറൻസ് ദാറ്റ് ഈച്ച് ഓഫ് ദ n processes has its own processes running at 1/nth സ്പീഡ് ഓഫ് ദി റിയൽ പ്രോസസ്സ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാത്തിൻ്റെയും ഞാൻ ഈ പറഞ്ഞ പോലെ 5-6 ഒക്കെയാണ് അല്ലെങ്കിൽ അതിന് മേലെയാണ്. പക്ഷെ നമ്മൾ ടൈം ക്വാണ്ടം ഇപ്പോൾ 1 മില്ലി സെക്കൻഡ്സ് ഒക്കെ ആണെങ്കിൽ ഓരോ 1 മില്ലി സെക്കൻഡ്സ് കഴിയുമ്പോൾ ഇതെന്താ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഏതിന് സിമിലറായിട്ട് വരും, അതായത് ഒരു മൾട്ടി പ്രോസസ്സറിന് സിമിലറായിട്ട് വരും, അതായത് പ്രോസസ്സർ ഷെയറിങ്ങിന് സിമിലറായിട്ട് വരും. കാരണം ഓരോ പ്രാവശ്യം സ്വിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മില്ലി സെക്കൻഡ്സിലും ഓരോ പ്രോസസ്സിനും എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുമ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്കതിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ദെൻ അതാണ് ആ റൗണ്ട് റോബിനിൽ മെയിനായിട്ട് പറയാനുള്ള കേസ്. ഇവിടെ റൗണ്ട് റോബിൻ എന്ന് പറയുന്നത് ഏതിന് സിമിലറാണ്, FCFSന് സിമിലറായിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ ഒരു ടൈം ക്വാണ്ടം ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഒരു റൗണ്ട് റോബിൻ എന്ന് പറയുമ്പോൾ ഒരു പ്രീമിഷൻ നമ്മളവിടെ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ടൈം കോണ്ടത്തിൽ നമുക്ക് അവിടെ കോണ്ടാക്ട് സ്വിച്ചിങ് നടക്കും. ഇവിടെ ഒരു റെഡി ക്യൂ എന്ന് പറയുന്നത് ഏതിന് സിമിലറാണ്? സർക്കുലർ ക്യൂവിന് സിമിലറാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കോണ്ടം എത്തിക്കഴിഞ്ഞാൽ അത് ടെയിലിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് പ്രോസസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് റൗണ്ട് റോബിൻ സ്കെഡ്യൂളിംഗ്.